അടിപൊളി അടിപൊളി 2 ആഴ്ച കഴിഞ്ഞല്ലോ. അപ്പം വൻ ഹിറ്റാണല്ലോ. ശരിക്കും മലയാളത്തിന് ഇങ്ങനെ ഒരു പടം എന്ത് തോന്നുന്നു? ഇങ്ങനെ ഇതൊരു ട്രെൻഡ് സെറ്ററാണ്. അടിപൊളിയായിട്ട് തന്നെ ഇനി വരികയും ചെയ്യും. ഇതിൻ്റെ ബാക്കിയുള്ള യൂണിവേഴ്സിന് വേണ്ടി നല്ലപോലെ വെയിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട് ക്യാമറസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ, ഒന്നും പറയാൻ. കല്യാണിയൊക്കെ പൊളി. നെസ്ലിനും കല്യാണിയും സൂപ്പർ, ഔട്ട് ഓഫ് ദ വേൾഡ്. അടിപൊളി. എങ്ങനെയുണ്ട് പടം? അടിപൊളിയായിരുന്നു. സൂപ്പർ. കൊള്ളാം. എങ്ങനെയുണ്ട് മലയാളത്തിന് ഇങ്ങനെ ഒരു പടം? കൊള്ളാം കണ്ടിരിക്കാം. സൂപ്പർ. നൈസ് പടം. കൊള്ളാം. എങ്ങനെയുണ്ട് മലയാളത്തിന് ഇങ്ങനെ ഒരു പടം? മലയാളത്തിൽ സത്യം പറഞ്ഞാൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ട് മലയാളത്തിന് ഇങ്ങനെ ഒരു പടം? എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു മേക്കിങ്ങും മലയാളത്തിൽ നിന്ന് ഒരു പടം? പക്ഷെ കഥ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് പോകുന്നുണ്ടായിരുന്നു, നല്ലതായിരുന്നു. നല്ല പടം. മലയാളത്തിന് ഇങ്ങനെ ഒരു പടം നല്ല ഒരു പടം, നല്ല രീതിയിൽ പടം. മലയാളത്തിലും ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മീൻസ് സിനിമാറ്റോഗ്രാഫി വളരെ നന്നായിട്ട് ഇത് ഒരു ഇതിൻ്റെ ഇനി അടുത്ത പാർട്സ് ഇനിയും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇനി ഭയങ്കര ഇനിയും പുതിയ ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്യാൻ ഇനി ഉണ്ടെന്നാണ് തോന്നുന്നത്. അടിപൊളി പടമാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വരുന്ന ഒരു ഗുഡ് എഫേർട്ടാണ്. കൊള്ളാം, നല്ല സിനിമ. കൊള്ളാമായിരുന്നു. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമ. കൊള്ളാമായിരുന്നു, നല്ല സിനിമയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഒരു ക്ലാസ് ആയിട്ടുള്ള സിനിമ. മലയാളത്തിൽ ഇങ്ങനെ സൂപ്പർ മൂവി കൊള്ളാം. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു നല്ലൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിൽ എടുത്തിട്ടുണ്ട്. മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. നല്ല മൂവിയാണ്. കല്യാണി എങ്ങനെയുണ്ട്? കല്യാൺ സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും. വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു. ക്യാമിയോസ് ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് സർപ്രൈസ് ആയിപ്പോയി. നല്ല പടം, നല്ല അഭിനയം, എല്ലാവർക്കും നല്ല അഭിനയം. ഏറെ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ പ്രതീക്ഷിച്ചതിനെങ്കിലും അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണിയുടെ അഭിനയം അടിപൊളി. കല്യാണിയും നെസ്ലനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടമായി. സൂപ്പർ. ഇങ്ങനൊരു പടം ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ മീൻസ് കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. യെസ്, ഓൾമോസ്റ്റ് ഇവരെയൊക്കെ നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഓക്കെ, നല്ലായിരുന്നു. പടം കൊള്ളായിരുന്നു. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടമായി. കല്യാണിയൊക്കെ അടിപൊളി, കൊള്ളായിരുന്നു. നല്ല രസമുണ്ട്. കല്യാണി പ്രവേശം സൂപ്പർ. ഒരു പുതിയ ഒരു ഇതായിട്ടൊരു നല്ല എല്ലാവരും. കല്യാണി സൂപ്പർ, നെസ്ലിൻ സൂപ്പർ. നല്ല, അതായത് നമുക്ക് പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. മലയാളീസിന് ഇങ്ങനെ ഒരു മൂവി, അടിപൊളി ഒരു മൂവി വന്നേക്കുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നല്ല മൂവി, ഒത്തിരി ഇഷ്ടം. സൂപ്പർ പടം, നല്ല പടം. പ്രതീക്ഷ ആ ഒരു ഹൈപ്പ് തന്നെ എനിക്ക് കിട്ടി. നന്നായിട്ട്. സൂപ്പറാ, ഒന്നും പറയാനില്ല. അതിനെ മേലേറ്റ് തോന്നുന്നുണ്ട്. നല്ല മേക്കിംഗ് ആയിരുന്നു. നന്നായി, ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നന്നായിരുന്നു. നന്നായിരുന്നു. ഓടി വന്ന് നന്നായിരുന്നു. അല്ല, നന്നായിരുന്നു. നല്ല പടം. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്താൽ കൊള്ളാം. നല്ലൊരു മൂവിയായിരുന്നു. അതെ, നന്നായിരുന്നു. അവളുടെ അഭിനയം നന്നായിരുന്നു. കല്യാണിയുടെ. താങ്ക് യു. ഇഷ്ടപ്പെട്ട്. കല്യാണി പ്രവേശന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇങ്ങനത്തെ ഒരു പടം മുന്നേ ഇല്ലായിരുന്നു എന്നാ തോന്നുന്നത്. ആദ്യമായിട്ട ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലതാ, എല്ലാവരും കാണാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇപ്പം പുതിയ സിനിമാസ് വരുമ്പോൾ. അപ്പം എല്ലാവരും കാണും. അതെ, ഉണ്ട്. കല്യാണി പ്രിയദർശൻ. ഇല്ല, എന്താണ് കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയത്? പോസിറ്റീവായിട്ട് തോന്നിയത് ബോറടിക്കില്ല. കണ്ട് ഇനി എന്താ നടക്കേണ്ടതെന്നൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലതാ, നല്ല പടമാണ്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ട പടമാണ്. ഞാൻ 2 പ്രാവശ്യം കണ്ടു ലോക. ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് പറയേണ്ട കാര്യം, അതായത് ചിലർക്ക് മാർവലിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യം. മലയാള സിനിമ വെച്ച് നോക്കിയാൽ നല്ല ബെസ്റ്റ് പടം തന്നെയാണ്. പിന്നെ പക്ക എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് രണ്ടാമത് കണ്ടപ്പോൾ ഇവരുടെ ഒരു ലാഗൊന്നും ഫീൽ ചെയ്തില്ല. എങ്ങനെയാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം? മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം 30 കോടിയിൽ
സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വന്ന ആരും എനിക്ക് മോശമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എല്ലാവരും നല്ല ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു ലാഗ് ഫീൽ ചെയ്യില്ല. പക്കയായിട്ട് കണ്ടിരിക്കുക. ഇന്നൊരു പടം ഇറങ്ങണമെങ്കിൽ 100-200 കോടി വേണം. ശരിക്കും 30 കോടിക്ക് ഇങ്ങനൊരു പടം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. നല്ല വർത്താണ്. നല്ല വർത്താന്ന് വെച്ചാൽ 30 കോടിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മൾ ബാക്കി ഭാഷകളുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗമാണ്. എങ്ങനെയുണ്ട് ക്യാമിയോസ് എല്ലാം നല്ല പക്കയായിരുന്നു. നെസ്ലിൻ്റെ റോള് പുള്ളി ഒരു സ്ഥിരം ക്ലീഷ റോളായിരുന്നു. എനിക്ക് ടൊവിനോരെയൊക്കെ ആ ഒരു റോളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.